100 കോടി ക്ലബ്ബിൽ കയറിയ വിജയുടെ ചിത്രങ്ങൾ ഏതെല്ലാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ആദ്യമായി വിജയ് 100 കോടി ക്ലബ്ബിൽ കയറിയത് AR മുരുകദാസിന്റെ സംവിധാനത്തിലെത്തിയ തുപ്പാക്കിയായിരുന്നു. തുപ്പാക്കി വേൾഡ് വൈഡ് 128 കോടി നേടിയിരുന്നു. രണ്ടാമത്തെ ചിത്രവും അതേ കോംബോയിൽ വന്നത് തന്നെയാണ് കത്തിയായിരുന്നു. കത്തി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 130 കോടി നേടിയിരുന്നു. ശേഷം 2016-ൽ വിജയ് അറ്റ്ലി കോംബോയിലെത്തിയ തെറിയിലൂടെ വിജയ് ആദ്യമായി 150 കോടി ക്ലബ്ബിൽ കയറി. പിന്നീട് വിജയ് ഭരതൻ കോംബോയിലെത്തിയ ഭൈരവ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 115 കോടി നേടി. ശേഷം വീണ്ടും വിജയ് അറ്റ്ലി കോംബോയിലെത്തിയ മെർസൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 248 കോടി നേടി. വിജയുടെ ആദ്യത്തെ 200 കോടി ചിത്രമായിരുന്നു മെർസൽ. തമിഴ്നാട്ടിൽ ആദ്യമായി 100 കോടി നേടിയ വിജയ് ചിത്രവും മെർസലായിരുന്നു. പിന്നീട് വിജയ് AR മുരുകദാസ് കോംബോയിൽ വന്ന സർക്കാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 250 കോടി നേടി. ആദ്യമായി വിജയുടെ 250 കോടി നേടിയ ചിത്രമായിരുന്നു സർക്കാർ. വീണ്ടും അറ്റ്ലി വിജയ് കോംബോയ് ബിഗിലിലൂടെ ഏകദേശം 300 കോടിക്കടുത്താണ് ബിഗിൽ നേടിയത്. വിജയുടെ ആദ്യത്തെ 300 കോടി ചിത്രമായിരുന്നു ബിഗിൽ. ശേഷം വിജയ് ലോകേഷ് കനകരാജ് ആദ്യമായി ഒന്നിച്ച ചിത്രം മാസ്റ്റർ ആയിരുന്നു. മാസ്റ്റർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 245 കോടി നേടിയിരുന്നു. അതിനു പിന്നാലെ വിജയ് നെൽസൺ കോംബോയിലെത്തിയ ബീസ്റ്റ് ആയിരുന്നു. ബീസ്റ്റ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 230 കോടി നേടിയിരുന്നു. ചിത്രം പല ഏരിയയിലും നഷ്ടമായിരുന്നു. ശേഷം വിജയ് വംശി കോംബോയിലെത്തിയ വാരിസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 305 കോടി നേടിയിരുന്നു. ചിത്രം കേരളത്തിൽ പരാജയപ്പെട്ടെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ ഹിറ്റായിരുന്നു. അതിനുശേഷം വിജയ് ലോകേഷ് കനകരാജ് കോംബോയിൽ വമ്പൻ ഹൈപ്പിലെത്തിയ ലിയോ ആയിരുന്നു. ലിയോ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 600 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. അതിനുശേഷം വിജയ് വെങ്കട് പ്രഭു കോംബോയിലെത്തിയ ഗോട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 455 കോടിക്കടുത്ത് നേടിയിരുന്നു. ചിത്രം തമിഴ്നാട്ടിലും ഓവർസീസിലും വമ്പൻ ഹിറ്റായിരുന്നു. ബാക്കി ഏരിയയിൽ പരാജയമായിരുന്നു. വിജയുടെ മൊത്തം 12 ചിത്രങ്ങളാണ് 100 കോടി ക്ലബ്ബിലുള്ളത്.